പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ആത്മീക മരണം എന്താണെന്ന് നോക്കാം. സ്പിരിച്വൽ ഡെത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദൈവത്തിൽ നിന്നും ദൈവിക വ്യവസ്ഥയിൽ നിന്നും അന്യപ്പെട്ടു പോകുന്നതാണ് ആത്മീക മരണം. ഉൽപ്പത്തി 2:17 3:3 റോമർ 8:6 നമുക്ക് ഈ വാക്യ ശകലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആത്മീക മരണം എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി 2:17 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതാണ് ആത്മീക മരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിനെ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ഉൽപ്പത്തി 3:3. അപ്പോൾ ദൈവത്തിൻ്റെ തോട്ടമായ ഏദേനിൽ ആദാമിനെയും അവ്വായെയും അവിടെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം ചില കൽപ്പനകൾ പറഞ്ഞിരുന്നു. അതനുസരിക്കാതെ വണ്ണം അവർ അത് ഭക്ഷിച്ചു. അതിനുശേഷം അവർ ആത്മീക സ്പിരിച്വൽ ഡെത്ത് അവർ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജഡത്തിൻ്റെ ചിന്ത മരണം. എഫേസ്യർ 5:14 റോമർ 8:6 ശരീരത്തിൽ അവർക്ക് ജീവനുണ്ട്, എന്നാൽ അവരുടെ ദൈവത്തോടുള്ള ബന്ധം അറ്റുപോയി. അവർ നിത്യജീവനിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഏതേൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ലംഘിച്ചു ഫലം പറിച്ചു തിന്നപ്പോൾ അവർ ആത്മീകമായി മരിച്ചു. അവസ്ഥയിൽ അവർ ശാരീരികമായി മരിച്ചാൽ നിത്യനരകത്തിലേക്ക് പോകുമെന്നാൽ പ്രകാരമുള്ള ശിക്ഷയിൽ നിന്ന് ആത്മീക മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനാണ് യേശു കർത്താവ് വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.